പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ലൊരു ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കാം. വീഡിയോ പുതുതായി കാണുന്ന കൂട്ടുകാർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതിനു വേണ്ടി 4 വെളുത്തുള്ളി, ക്യാപ്സിക്കം പച്ചയും ചുവപ്പുമുണ്ട്, ഏതെങ്കിലും ഒന്നായാലും മതി, 2 സവാള, കുറച്ച് സ്പ്രിംഗ് ഓണിയൻ, കോളിഫ്ലവർ എല്ലാം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. വീട്ടിൽ തന്നെ നട്ടു വളർത്തിയതാണെങ്കിലും ഉപ്പും മഞ്ഞൾപ്പൊടിയും ചൂടുവെള്ളം ഒഴിച്ച് നല്ലതുപോലെ കഴുകിയെടുക്കാം. സവാളയും ക്യാപ്സിക്കവും ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ക്യാപ്സിക്കം പകുതി മതിയാകും. അതിനകത്തുള്ള സീഡെല്ലാം എടുത്ത് മാറ്റിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. ഏതെങ്കിലും ഒരു കളർ ക്യാപ്സിക്കം ആയാലും മതി, 2 കളർ ഉണ്ടെങ്കിൽ അതും ചേർക്കാം. വലിയ വെളുത്തുള്ളി 4 എണ്ണം ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ചെറുതാണെങ്കിൽ 8 എണ്ണം എടുക്കാം. ഇതുപോലെ ചെറുതായി അരിയണം. പച്ചമുളകും ഇതുപോലെ അരിഞ്ഞെടുക്കാം. 2 ടേബിൾ സ്പൂൺ മൈദമാവും, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും, 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് ബാറ്റർ കുറച്ച് കട്ടിയായിട്ട് കലക്കിയെടുക്കാം. കോളിഫ്ലവർ എല്ലാം ഈ ബാറ്ററിൽ മുക്കി നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്യുന്നതിന് സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതുപോലെ ഫ്രൈ ചെയ്ത് ഒരു സ്നാക്സ് പോലെ കഴിക്കാനും എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ? നല്ലതുപോലെ പൊരിഞ്ഞ് വന്നതിന് ശേഷം എല്ലാം കോരിയെടുക്കാം. ബാക്കിയുള്ള കോളിഫ്ലവർ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ ഫ്രൈ ചെയ്യാതെ ബാക്കി എല്ലാം ചേർക്കേണ്ടതെല്ലാം ചേർത്തിട്ട് ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കി നോക്കിയാലോ? അങ്ങനെ ഒന്ന് ഉണ്ടാക്കി ടേസ്റ്റ് ഉണ്ടെങ്കിൽ ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതുപോലെ ഫ്രൈ ചെയ്ത് വെറുതെ കഴിക്കാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും അല്ലേ? 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കലക്കി മാറ്റി വയ്ക്കാം. 1 കപ്പ് നിറച്ചും വെള്ളം ഞാൻ ചേർക്കുന്നുണ്ട്. കോൺഫ്ലവർ ചേർക്കുമ്പോൾ പെട്ടെന്ന് ഗ്രേവി കുറുകി വരും. അതുകൊണ്ട് 1 ഗ്ലാസ് നിറച്ചും വെള്ളം ചേർക്കാം. കോളിഫ്ലവർ ഫ്രൈ ചെയ്ത അതേ ഓയിലിൽ തന്നെ കുറച്ച് മാറ്റി വെച്ചതിന് ശേഷം ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളി ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയതിന് ശേഷം സവാള ചേർക്കാം. സവാള വെന്ത് കുഴഞ്ഞു പോകേണ്ട ആവശ്യമില്ല, ഒരു ഹാഫ് കുക്കായാൽ മതി. അതിലേക്ക് ക്യാപ്സിക്കവും പച്ചമുളകും ചേർക്കാം. അധികം വെന്ത് കുഴഞ്ഞു പോയാൽ ഈ കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും. ഒരുവിധം ഒന്ന് വാടിക്കഴിയുമ്പോൾ സോസുകളെല്ലാം ചേർക്കാം. കൂടുതൽ വെന്തുപോയാൽ ക്യാപ്സിക്കത്തിൻ്റെ നിറവ്യത്യാസം വരും. അതുകൊണ്ട് ഇത്രയും മതിയാകും. 2 ടേബിൾ സ്പൂൺ സോയ സോസ്, 2 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, ഇത്രയും ഞാനിതിൽ ചേർക്കുന്നുണ്ട്. എല്ലാം ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ചേർക്കാം. വെള്ളത്തിൽ കലക്കി മാറ്റി വെച്ചിരുന്ന കോൺഫ്ലവർ ഇപ്പോൾ ചേർക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഗ്രേവി കൂടുതൽ ആവശ്യമുള്ളവർക്ക് 1/2 ഗ്ലാസ് ചൂടുവെള്ളം കൂടി ചേർക്കാം. ഈ സമയം ഉപ്പ് നോക്കിയതിന് ശേഷം ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ചേർത്ത് നല്ലതുപോലെ യോജിപ്പിക്കാം.
ചെറുതായി കട്ട് ചെയ്ത ഒരു പിടി സ്പ്രിംഗ് ഓണിയനും കൂടി ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കാൻ അറിയാത്ത കുട്ടികളുണ്ടെങ്കിൽ ഉറപ്പായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് ഇഷ്ടമാകും. ഈ വീഡിയോ കാണുന്ന കൂട്ടുകാർ ഈ റെസിപ്പി ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായാൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ ഓരോരുത്തരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ചാനൽ മുമ്പോട്ട് പോവുകയുള്ളൂ. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാരോടും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം.